ഇന്ന് രാവിലെ എണീറ്റ് മുറ്റത്ത് നോക്കിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് മുറ്റത്ത് തന്നെ ഇറങ്ങിയിട്ടാണ് ഞാൻ പല്ല് തേക്കുന്നത്. സാധാരണ ഞാൻ മുറ്റത്തൊന്നും ഇറങ്ങിയിട്ട് പല്ല് തേക്കാറില്ല, പക്ഷെ ഇന്ന് ഞാൻ മുറ്റത്ത് ഇറങ്ങിയിട്ടാണ് പല്ല് തേക്കുന്നത്. മഴ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ മഴ ശക്തിയായി വന്ന്. ഇത് നമ്മളെ ചിക്കുമരമാണ്. നമ്മൾ നിറയെ ചിക്കു ഉണ്ടാവും, പക്ഷെ ഒരെണ്ണം പോലും നമുക്ക് കിട്ടാറില്ല. കാരണം എല്ലാ കിളികളും ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മുഖമൊക്കെ വാഷ് ചെയ്ത് വന്ന് ഇന്ന് ചായ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ കടി ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയത്, അത് അമ്മ ഉണ്ടാക്കിയതാണ്. ചായ ഞാനാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൽ നമുക്ക് ദോശയും അതുപോലെ തന്നെ മുട്ടക്കറിയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് മുട്ടക്കറി അങ്ങനെ അത്ര വലിയ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. പുളിയുള്ള ദോശയാണ് എനിക്ക് കൂടുതലിഷ്ടം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ഛൻ നമ്മളെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാം, അതായത് നമ്മളെ കയറി വരുന്ന ആ ഭാഗത്ത് കുറച്ച് ചെടി നടാമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇഷ്ടിക വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്ന പണിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ നട്ടുപിടിപ്പിച്ച ചെടിയാണ്. അപ്പോൾ മുറ്റാകെ അലങ്കോലമായിരിക്കുന്ന കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാമെന്ന് അച്ഛനോട് പറഞ്ഞതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ടോബിക്കുട്ടനും ഫുഡൊക്കെ കൊടുത്ത് ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിന് ശേഷം ഞാൻ അവനെ കൊഞ്ചിക്കുന്നതാണ് കേട്ടോ. അവന് കൊഞ്ചിക്കലിൻ്റെ ആശാനാണ്. അവനിങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കണം, അത് അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാനതൊരിക്കൽ പോലും മുടക്കാറില്ല. എനിക്ക് അത്രയും ഇഷ്ടമുള്ള കാര്യമാണ് അവനെ കൊഞ്ചിക്കുക എന്നുള്ളതും. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നല്ലോണം കിടന്നുറങ്ങി. പിന്നെ ഞാൻ എണീറ്റ് മുറ്റടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തറ തുടക്കുന്നതാണ്. തറ തുടക്കൽ വലിയൊരു പണിയാണ്. അതിന് ശേഷം പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്ക് വെക്കാനുള്ള പണിയിലാണ്. അപ്പോൾ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള പൂക്കളാണ് പറിക്കുന്നത്. ചെമ്പരത്തി, അതുപോലെ തന്നെ ഈ പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ചെമ്പരത്തി പറിക്കുന്നുണ്ട്. അങ്ങനെ ചെമ്പരത്തി, പിന്നെ തുളസി വീട്ടിലില്ലാത്ത കാരണം അത് എടുത്തിട്ടില്ല. അങ്ങനെ വിളക്കൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ പിടിപ്പിച്ച് പിന്നെ ഇങ്ങനെ വിളക്ക് കത്തിക്കുകയാണ്. വിളക്ക് കത്തിക്കുന്നതിൻ്റെ റീൽസൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളക്ക് കത്തിച്ച് പിന്നെ ഇന്ന് അമ്മേൻ്റെ വീട്ടിൽ പോകേണ്ട ദിവസമാണ്. അതുകൊണ്ട് ഈവനിങ് അമ്മേൻ്റെ വീട്ടിൽ പോകണമെന്ന് തീരുമാനിച്ചാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ തന്നെ കുളിച്ച് റെഡിയായി വന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. വിളക്ക് വെച്ച് എടുക്കാതെ സന്ധ്യാനേരത്ത് ഇറങ്ങാൻ പറ്റാത്തത് കാരണം അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് എടുത്തിട്ട് ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. ടോബിക്കുട്ടനെ കൂട്ടിൽ ലോക്ക് ചെയ്തിട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളെ കുറ്റ്യാടി എത്തി. കുറ്റ്യാടിയിൽ നിന്ന് പിന്നെ ഓട്ടോ പിടിച്ച് ആണ് പോകുന്നത്. കാരണം അങ്ങോട്ടേക്ക് ബസ്സിൽ കുറേ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടാകുമ്പോൾ ബസ്സിൽ പോകാൻ ഭയങ്കര പണിയാണ്. വീട്ടിലെത്തിയപ്പോൾ തന്നെ അമ്മമ്മ ഭയങ്കര സന്തോഷത്തിൽ. പിന്നെ ചേച്ചി കോലായി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞേച്ചി വീട്ടിലില്ല. കുഞ്ഞേച്ചീൻ്റെ വീട്ടിൽ പോയത് കാരണം കുഞ്ഞേച്ചിയില്ല. പക്ഷെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാമി, അമ്മ, ഏട്ടൻ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ കഥ പറയാണ്. പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്ന കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മേനെ രണ്ടാമത് എങ്ങനെ പ്രാങ്ക് ചെയ്ത് പറ്റിക്കാം എന്നുള്ള കഥയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓരോന്നുകൂടെ സെറ്റ് ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ പ്രാങ്കിൻ്റെതൊക്കെ ഞങ്ങൾ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാങ്ക് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. പിന്നെ അതിനിടയിൽ ഞാൻ അമ്മേനോടും മാമീനോടൊക്കെ ചോദിച്ച് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്, അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാം കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ അമ്മ എന്താ പറയാനുള്ളത്? ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. മാമി എന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് കാണാം. ബൈ. എല്ലാവരും ബൈ. ടാറ്റാ ടാറ്റാ ടാറ്റാ.